നമ്മുടെ യാത്രയിലെ അടുത്ത ഡെസ്റ്റിനേഷനായ ഭുജിലേക്ക് പോവാണ്. ഗുജറാത്തിലെ ഭുജിലേക്ക്. ഇവിടെ ബാന്ദ്ര ടെർമിനസിൽ നിന്നും ബാന്ദ്ര ടെർമിനസ് ഭുജ് AC സൂപ്പർ ഫാസ്റ്റിലാണ് നമ്മൾ ഇന്ന് യാത്ര ചെയ്യുന്നത്. രാത്രി 11:45 ഇവിടുന്ന് ബാന്ദ്രന്ന് വിടുന്ന ഒരു ഫുൾ AC വണ്ടിയാണ്. അപ്പൊ ഞാനിപ്പോൾ ഉള്ളത് ബാന്ദ്ര ടെർമിനസ് സ്റ്റേഷന്റെ തൊട്ട് മുന്നിലാണ്. വണ്ടി രാത്രിയിൽ ഇവിടത്തുള്ളൂ. നമ്മളിപ്പോ സമയം 9:42 ആയതേ ഉള്ളൂ. 2 മണിക്കൂർ നേരത്തെ ഞാൻ വന്നു. ഞാനിവിടെ ബാന്ദ്ര ടെർമിനസിൽ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. നമ്മളന്ന് ജയ്സൽമീർ പോകാൻ നേരത്തെ ഇവിടെ സ്റ്റേ അടിച്ചിട്ടാണ് ബാന്ദ്ര ജയ്സൽമീർ എക്സ്പ്രസ്സിന് പോയത്. അപ്പോൾ നമ്മുടെ ഭുജ് AC സൂപ്പർ ഫാസ്റ്റ് കണ്ട് 4ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് പുറപ്പെടുന്ന കേട്ടോ. 11:45 220903 ഭുജ് AC എക്സ്പ്രസ്. അപ്പോൾ 4ലേക്ക് നമുക്ക് പോകണം. കൃഷ്ണരാജപുരം ഷെട്ടിൻ്റെ WAP7 ഒക്കെ ബാന്ദ്ര കിടക്കുന്ന ഭയങ്കര റെയറാണ് കേട്ടോ. ഇതൊരു സ്പെഷ്യൽ ട്രെയിൻ ആണ്. ഇവിടെ ബാന്ദ്രന്ന് SMVD കത്രയ്ക്ക്, അതായത് ശ്രീമാതാ വൈഷ്ണോദേവി കത്ര, അങ്ങോട്ടേക്ക് പോകുന്ന ഒരു സ്പെഷ്യൽ ട്രെയിൻ ആണ് അതായി കിടക്കുന്നത്. അതിനൊരു കൃഷ്ണരാജപുരം ഷെഡിന്റെ ഒരു WAP7 ലോക്കമാണ്. എന്തോ ശബ്ദമാണെന്ന് നോക്ക്. അത് ഈ ട്രാക്ക് വളം എന്തോ ആണെന്ന് തോന്നുന്നു കേട്ടോ. അയ്യോ, ഇതൊരു ഫുൾ AC വണ്ടിയാണ്. പല കോച്ച് മിക്സ് അതിനകത്ത്. ഗരീബ്രഥിന്റെ യുവാൻ എന്നൊരു വണ്ടി ഉണ്ട്. ഈ മുംബൈയിൽ നിന്ന് ഡൽഹിക്ക് പോയത് യുവ എക്സ്പ്രസ് എന്ന് പറഞ്ഞ്. അങ്ങനെ പല വണ്ടിയുടെ മിക്സഡ് ആയിട്ടുള്ള കോച്ചുകളാണ് കേട്ടോ. ഫുൾ AC വണ്ടിയാണ്. നമ്മുടെ വണ്ടി 4-ലാണല്ലോ. അപ്പോൾ ഇവിടെ 5-ലൊരു വണ്ടി കിടക്കുന്നുണ്ടോ. ഇത് ലുധിയാനയുടെ ഒരു WAP7 ആണ്. വണ്ടി ഏതാന്ന് ചോദിച്ചാൽ അവാദ് എക്സ്പ്രസ് എന്ന ട്രെയിനാണ് കേട്ടോ. ബാന്ദ്രയിൽ നിന്ന് ഇപ്പോൾ രാത്രി പുറപ്പെട്ട് ബറൗണി ഉണ്ടല്ലോ ബീഹാറിലെ, അങ്ങോട്ടേക്ക് പോകുന്ന ഒരു വണ്ടി കേട്ടോ, അവാദ് എക്സ്പ്രസ്. ഇവിടെ ഫുള്ള് മറ്റേ ജനറേറ്റർക്കാരൻ്റെ ശബ്ദം കേട്ടോ. ഫുള്ള് അതാ, ചെവിത കേൾക്കാൻ വയ്യ. അതുകൊണ്ട് നമ്മുടെ വണ്ടിയുടെ റേക്ക് ഇവരിവിടെ കൊണ്ടിട്ടിട്ടുണ്ട് ഭുജ് AC സൂപ്പർ ഫാസ്റ്റിന്റെ. പക്ഷെ തുറന്നോന്ന് അറിയത്തില്ല. തുറന്നെങ്കിൽ ബാഗ് കൊണ്ട് വെക്കായിരുന്നു. 2004 ഉണ്ടാക്കിയ ഒരു ജനറേറ്റർ കാർ കേട്ടോ. പഴയ കോച്ചാണ്. പക്ഷെ ഈയിടെ എങ്ങാണ്ട് ഓവർഹോൾ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ നെയിം ബോർഡൊക്കെ കോമഡി ആണല്ലോ. ഒറ്റ ബോർഡ് മാത്രമേ ഉള്ളൂ. എന്തോ ആടോ എന്തോ. നമ്മളെ യാത്ര ചെയ്യുന്ന ഇതിന്റെ AC 2 ടയർ ആണ്. അതായത് ഏറ്റവും ബാക്കിലാ. ഇവിടെ ഫ്രണ്ടിലല്ല, എക്കണോമി കോച്ചാ കേട്ടോ. ഞാനിവിടെ ലോക്കോ നോക്കാൻ വേണ്ടി വന്നിരിക്കുവാണ്. ഇവിടെ മുന്നിലെ ഇപ്പുറത്തെ ഒരു വണ്ടി വന്നുണ്ട്. ഇത് ബാന്ദ്രന് ഭുജ് പോകുന്ന ഒരു സൂപ്പർ ഫാസ്റ്റ് സ്പെഷ്യലാണ്. ഇത് രണ്ടും 11:45 വിടുന്നത്. അപ്പൊ ഇത് എങ്ങനെയാ പോകുന്നേ? മിക്കവാറും നമ്മുടെ വണ്ടിയായിരിക്കും ആദ്യം പോകുന്നത്. ഈ രണ്ടിന്റെ ഡിപ്പാർച്ചർ ടൈം 11:45. അതെന്ത് ലോജിക്കാണോ എന്തോ. നമ്മുടെ ട്രെയിനിന്റെ ലോക്കോ വന്നേ നമ്മുടെ ഭുജ് AC സൂപ്പർ ഫാസ്റ്റിന്റെ വത്സാദ് ഷെഡിന്റെ ഒരു WAP7 ആണ് കേട്ടോ നമ്മളെ ഇവിടുന്ന് ഭുജ് വരെ നയിക്കുന്നത്. ഇതിന് ഗാന്ധിധാം ജംഗ്ഷനിലെ ലോക്കോ റിവേഴ്സിലുണ്ടേ. അപ്പൊ അവിടുന്ന് ഈ ലോക്കോ ഏറ്റവും പുറകെ കൊണ്ട് പിടിപ്പിക്കും. നല്ല അടിപൊളി ലോക്കോ അല്ലേ, കാണാൻ നല്ല ഭംഗിയുണ്ട്. കുറച്ച് വെളുത്തിരിപ്പുണ്ട്. ഇവിടെ കിടക്കുന്ന ഈ സ്പെഷ്യൽ ഉണ്ടല്ലോ ഭുജ് പോകുന്നത്, അതിന് 14 സ്ലീപ്പർ ഉണ്ട് കേട്ടോ. 14 സ്ലീപ്പർ. ആകെ 2-3 AC ഉള്ളൂ. ഫുള്ള് സ്ലീപ്പറാ. നേരത്തെ ഞാൻ കാണിച്ചിരുന്നല്ലോ. ഇതിന്റെ ഫ്രണ്ടിൽ നിന്ന് തുടങ്ങുമ്പോൾ എല്ലാം AC എക്കണമിയാണ്. 5 AC എക്കണമി ഉണ്ട് ഇതിന്. ഇത് വെസ്റ്റേൺ റെയിൽവേ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ട്രെയിനാണ് കേട്ടോ. ഇത് ഫ്രീക്വൻസി ഞാൻ പറയാതെ AC എക്കണമി നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. ഓ, നല്ല കിടിലൻ കോച്ച് കണ്ടോ, അടിപൊളി. അല്ലെങ്കിൽ വെസ്റ്റേൺ റെയിൽവേയുടെ ഒക്കെ കോച്ച് സെറ്റ് കോച്ചാണ് കേട്ടോ. AC എക്കണമി കഴിഞ്ഞാൽ പിന്നെ എല്ലാം AC 3 ടയർ കേട്ടോ. B10 മുതലാണ് സ്റ്റാർട്ടിങ്. അതായത് മൊത്തത്തിൽ 10 AC 3 ടയർ ഉണ്ട്. ഈ ട്രെയിനിൽ ചില പഴയ കോച്ചുകളുണ്ട്. ഇതൊക്കെ 2004 ഉണ്ടാക്കിയ 3 ടയർ ഒക്കെയാണ്. ഇത് വേറെ പഴയ സ്റ്റൈല് LSP, ആദ്യ കാലങ്ങളിൽ ഇറങ്ങിയ LSP കോച്ചുകളൊക്കെ ഇങ്ങനത്തെ കേട്ടോ. അതിന് സെപ്പറേറ്റ് ട്രെയിൻ ബോർഡ് വെക്കാൻ വേണ്ടി ഒരു പോർഷൻ ഉണ്ട് കേട്ടോ. അടിപൊളിയല്ലേ. ഇത് 2004 ഒരു കോച്ചാണ് കേട്ടോ. ഇത് പഴയ കോച്ച് കുറേ ഇവിടുത്തെ വണ്ടികളിലുണ്ട്. 3 ടയർ കഴിയുമ്പോൾ പിന്നെ വരുന്നത് 2 ടയർ ആണ്. 4 2 ടയർ ഉണ്ട് ഈ ഒരു വണ്ടിക്ക് കേട്ടോ. അപ്പോൾ ഇങ്ങനെ മൊത്തത്തിൽ 5 എക്കണോമി, 10 3 ടയർ, 4 2 ടയർ, ഇനി ഒരു ഫസ്റ്റ് AC കൂടെ കാണും. അങ്ങനെയാണ് ഇതിൻ്റെ കോച്ച് കോമ്പോസിഷൻ വരുന്നത്. എനിക്ക് എപ്പോൾ നോക്കിയാലും ബാക്കിലല്ല കിട്ടുന്നത്. ഏറ്റവും ബാക്കിൽ A1 ആണ്. A1 ഈ വണ്ടിക്ക് എസ്പെഷ്യലി ഈ ഭുജ് പോകുന്ന വണ്ടിക്കൊക്കെ ഭയങ്കര ഡിമാൻഡാണ്. ഈ വണ്ടിയിൽ ഒട്ടുമിക്ക ആൾക്കാർ N20 യാത്ര ചെയ്യുന്നവരാണ്. ഭുജ് വരെ യാത്ര ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ 2 മാസം ബുക്ക് ചെയ്യാൻ നേരത്തെ എൻ്റെ ബുക്കിംഗ് സ്റ്റാറ്റസ് RAC 5 ആയിരുന്നു, സെക്കൻഡ് AC. അതിപ്പോൾ ചാർട്ട് വന്നപ്പോൾ അത് കൺഫേം ആയ. ചാർട്ട് വന്നപ്പോൾ എവിടെ കിട്ടിയെന്നറിയോ? കയറുമ്പോൾ കാണിച്ചു തരാം. നമ്മുടെ നല്ല കിടിലൻ കോച്ചാണ് കേട്ടോ. 2020 മെയ്ഡ് നല്ല ഫ്രഷ് ലുക്കിംഗ് ഒരു കോച്ചാണ്. 2 ടയർ. ഇതാണ് നമ്മുടെ കോച്ച് കണ്ടോ. നല്ല വൃത്തിയുണ്ട് കേട്ടോ. ICF-ലുണ്ടാക്കിയ കോച്ച്, ചെന്നൈ ICF. എൻ്റെ ബർത്ത്ഡേ എന്നറിയോ? ഇതാണ്ട് ഇത് എപ്പടി ഇருக்கு. എന്താ അവസ്ഥ നോക്കണ്ട. ആകെ സമാധാനം 2 ടയർ ആണ്. പിന്നെ കർട്ടൺ ഉണ്ട് എന്നുള്ള സമാധാനമേ ഉള്ളൂ. ഇവിടെ CCTV ഒക്കെ ഉണ്ട് കേട്ടോ. ആദ്യമായിട്ട് അകത്ത് CCTV കാണുന്നത്. എന്തല്ലേ 6
സീറ്റ് നമ്പർ 6 സൈഡ് അപ്പുറം. ഇതാണ് നമുക്ക് കിട്ടിയത്. നമ്മൾ ഭുജ് പോകുന്നതിന്റെ ലക്ഷ്യം മെയിനായിട്ട് നമോഭാരത് ട്രെയിൽ യാത്ര ചെയ്യാൻ വേണ്ടിയാണ്. അതിന് വേണ്ടിയാണ് ഭുജ് പോകുന്നത്. ഇവിടെ നിന്ന് 1710 രൂപയാണ് ഈ ഒരു AC സൂപ്പർ ഫാസ്റ്റ് എനിക്കായത്. ബാന്ദ്രേന്ന് ഭുജ് വരെ. നമ്മൾ എറണാകുളത്ത് നിന്ന് ബാംഗ്ലൂർ വന്ന ദൂരമുണ്ട്. ഒരു 848 ആ റേഞ്ച് കിലോമീറ്റർ എന്തോ ഉണ്ട് കറക്റ്റ്. ഇവിടുന്ന് ഭുജ് പോകുന്ന വണ്ടി എപ്പോഴും ഫുള്ളാണ്. 2 മാസം മുമ്പ് നോക്കിയിട്ട് പോലെ എനിക്ക് ടിക്കറ്റ് കിട്ടിയില്ല. കുറച്ചെങ്കിലും കൺഫർമേഷൻ ചാൻസ് ഉള്ള ഈ വണ്ടിക്കായിരുന്നു. RAC 5 ആയിരുന്നു. അത് ഈസിയായിട്ട് കൺഫേം ആയി. RAC 5 ഈസിയായിട്ട് കൺഫേം ആവും. ഇവിടുന്ന് കച്ച് സൂപ്പർ ഫാസ്റ്റ് എന്ന വണ്ടി തന്നെ ഭുജിലേക്ക്. അതാണ് ഏറ്റവും ഡിമാൻഡുള്ള വണ്ടി. കച്ച് സൂപ്പർ ഫാസ്റ്റ്, സായാജി നഗരി, അങ്ങനെ 2-3 വണ്ടിയുണ്ട് കേട്ടോ. നല്ല കിട്ടിലും കോച്ചോട്ടോ ഈ വണ്ടിയുടെ. എല്ലാം അതിന്റെ ഫസ്റ്റ് AC ഉണ്ടോ എന്നാ തിളക്കം. ഇത് കഴുകുന്നുണ്ട് എല്ലാ ദിവസവും. അതായത് ഈ വണ്ടി പോയി വന്ന് കഴുകുന്നുണ്ട്. അതാണ് ഇത്രയും ഫ്രഷ് ആയിട്ടിരിക്കുന്നത്. ഇനി സ്റ്റോപ്പൊക്കെ ഭയങ്കര കുറവാണ്. ഇവിടെ നിന്ന് വിട്ടാൽ പിന്നെ ബോറിവലി, സൂറത്ത്, വഡോദര അങ്ങനെ കുറച്ച് സ്റ്റോപ്പേ ഉള്ളൂ. 7 സ്റ്റോപ്പേ ഉള്ളൂ മൊത്തത്തിൽ. രാവിലെ ഒരു 6:30 റേഞ്ചിൽ നമ്മൾ അഹമ്മദാബാദ് എത്തും. 22903 എന്നാണ് ഈ ഒരു വണ്ടിയുടെ നമ്പർ. നമുക്ക് വിരിക്കാൻ വേണ്ടി ബെഡ്ഷീറ്റ് കൊണ്ടുവന്നു കേട്ടോ. ഇതിനകത്ത് തന്നെ ടൗലുണ്ട്. ചില ട്രെയിനിലൊക്കെ നമ്മൾ ചോദിച്ചാലേ ടൗൽ എടുത്തുള്ളൂ. പക്ഷെ ഇതിനകത്ത് തന്നെ ടൗലുണ്ട് കേട്ടോ. ഇവിടെ താഴത്തെ ആളാരെന്നറിയാം, നമ്മുടെ TT-യാണ്. അപ്പൊ TTയുടെ പെട്ടി കൊണ്ടുവച്ചിട്ടുണ്ട്. TTക്ക് എപ്പോഴും AC-യിലൊരു സീറ്റ് ഉണ്ടാകും കേട്ടോ. എനിക്ക് ഞാൻ ഇത്രയും നാൾ യാത്രയിൽ അങ്ങനെ കണ്ടത്. പുള്ളിയുടെ സീറ്റാണ് ഇവിടെ ഡോറിൻ്റെ അടുത്തുള്ള സൈഡ് ഡോറ്. വെനസ്ഡേ, ഫ്രൈഡേ, സൺഡേ അങ്ങനെ ആഴ്ചയിൽ 3 ദിവസമുള്ള ഒരു AC സൂപ്പർ ഫാസ്റ്റ് ആണ് ഇത് കേട്ടോ. 13 മണിക്കൂർ കൊണ്ട് 838 കിലോമീറ്ററാണ് ഈ വണ്ടി സഞ്ചരിക്കുന്നത്. നേരത്തെ പറഞ്ഞ കിലോമീറ്റർ തെറ്റിപ്പോയി. 838 കിലോമീറ്റർ ആട്ടോ. 13 മണിക്കൂർ എടുക്കും ഈ വണ്ടി അത്രയും കിലോമീറ്റർ സഞ്ചരിക്കാൻ വേണ്ടി. ഒരു 2 മിനിറ്റ് ഡിലേയോട് കൂടി നമ്മുടെ ഭുജ് AC സൂപ്പർ ഫാസ്റ്റ് ഇവിടെ ബാന്ദ്ര ടെർമിനസിൽ നിന്നും പുറപ്പെട്ടിരിക്കുകയാണ്. അടുത്ത സ്റ്റോപ്പ് ബോറിവലിയാണ്. മറ്റേ ഭുജ് സ്പെഷ്യലിന് ഒരു ജീണേ ലോക്കോ കേട്ടോ. സ്വാഭാവികം സ്പെഷ്യൽ അല്ല, അപ്പൊ ജീണേനെ കൊടുക്കത്തുള്ളൂ. ഞാൻ കിടക്കുന്ന ബെർത്തിൻ്റെ അവിടെ ചാർജിങ് പോയിൻ്റ് ഒക്കെ ഉണ്ട്. സാധാരണ സൈഡ് അപ്പറിലൊക്കെ സെക്കൻഡ് AC-യിൽ ചാർജിങ് പോയിൻ്റ് ഒക്കെ കാണുന്നത് കുറവാണ്. എന്തോ ഭാഗ്യത്തിനുണ്ട്. നമ്മുടെ വണ്ടി അങ്ങനെ ബോറിവലിയൊക്കെ വിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കിടക്കട്ടെ. ഇപ്പോൾ സമയം 12:30 ആവുന്നു. ഭയങ്കര എന്തോ സ്മെല്ലൊക്കെ വരുന്നു ഈ ഡോറിനടുത്തിലൊക്കെ ഇരിക്കുന്നത്. ഇതെന്തോ ഉറങ്ങാൻ പറ്റുമോ എന്തോ. ഞാൻ എണീറ്റപ്പോഴേ നമ്മുടെ വണ്ടി കണ്ട് ബിഫോർ ടൈം അടിച്ചുകൊണ്ട് അഹമ്മദാബാദ് ജംഗ്ഷനിലേക്ക് കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. 6:25 എങ്ങാണ്ട് വരേണ്ട വണ്ടി 6:15 ആയപ്പോഴേക്കും ഒന്ന് കയറുന്നു. ഇവിടെ 6:00 വണ്ടി വിടത്തുള്ളൂ. ഇപ്പോഴും നേരം വെളുത്തിട്ടില്ല കേട്ടാ. ഇരുട്ടായി ഇവിടെ കേട്ടാ. ഇവിടെ മിക്കവാറും നേരം വിളക്കാൻ 7 മണി കഴിയും. നല്ല തണുപ്പാ കേട്ടോ. ഇതിന്റെ തേജസ് കിടക്കട്ടുണ്ട്. തേജസ് ഇത് അഹമ്മദാബാദ് മുംബൈ തേജസ് കേട്ടോ. ഇവിടെ നിന്ന് 6:35 നമ്മൾ വിടുന്നത്. നല്ല ബിഫോർ ടൈം അടിച്ച് വന്ന് കിടക്കല്ലേ. ഇപ്പൊ 6:29 ആയതേ ഉള്ളൂ. ഞാൻ ഒരു ചായയൊക്കെ കുടിച്ചോണ്ടിരിക്കുക. കഴിക്കാൻ ഭക്ഷണം കൂടെ മേടിച്ചിട്ടുണ്ട്, കാണിക്കാം. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ്. ഇനി അടുത്ത സ്റ്റോപ്പ് ഹൽവാദ് എന്ന സ്റ്റേഷനിലാണ്. അത് 8:53 എത്തുന്നത്. അപ്പോൾ അത്രയും നേരം നോൺ സ്റ്റോപ്പാണ്. സ്റ്റോപ്പ് വളരെ കുറവാട്ടോ ഈ വണ്ടിക്ക്. നേരം വെളുത്ത് വരാൻ വേണ്ടി എനിക്ക് തോന്നുന്നു ഇവിടെ 7 മണിയാവും മിക്കവാറും. 6:30 ആയപ്പോഴാണ് വെളിച്ചം വന്ന് തുടങ്ങിയ. ആ നമ്മുടെ ഗംഗാനഗർ എക്സ്പ്രസ് അല്ലേ അതേ കിടക്കുന്നു. കൊച്ചുവേളി ശ്രീ ഗംഗാനഗർ. അയ്യോ ഇത് അവിടുന്ന് ലേറ്റ് ആയിട്ടാ വിട്ടേട്ടാ. 3 മണിക്കൂർ ലേറ്റ് ആയിട്ടാ കൊച്ചുവേളി നിന്ന് വിട്ടത്. അതിവിടെ കിടക്കുന്നേ ഉള്ളൂ. എല്ലാം ബുള്ളറ്റ് ട്രെയിനിൻ്റെ പില്ലറാണ് കേട്ടോ. അതാണ് ഈ ഇങ്ങ് വരെ വന്നിരിക്കുന്നത് കേട്ടോ. എല്ലാം പില്ലർ അടിച്ച് വെച്ചിട്ടുണ്ട്. ബാക്കി പണിയൊന്നും കഴിഞ്ഞിട്ടില്ല. നമ്മൾ നേരത്തെ കണ്ട കൊച്ചുവേളി ഗംഗാനഗർ 3 മണിക്കൂർ ലേറ്റ് ആയിട്ട് ഇവിടെ ബിഫോർ ടൈം എത്തിയത് കേട്ടോ. എനിക്ക് തെറ്റിപ്പോയതാ. ഒന്ന് ആലോചിക്കാൻ എത്ര ടൈമായിരുന്നു കൊടുത്തേക്കുന്നത് എക്സ്ട്രാ. 3 മണിക്കൂർ ഈശ്വരനായി പുറപ്പെട്ടിട്ട് ഇവിടെ അഹമ്മദാബാദ് ബിഫോർ ടൈം വന്ന് കയറി. എന്താ എൻ്റെ ഒന്നും പറയില്ല. എൻ്റെ സീറ്റ് 6 ആയിരുന്നല്ലോ.
അപ്പോൾ 5-ൽ TT വന്നിരിപ്പുണ്ട്. അപ്പോൾ പുള്ളി പറഞ്ഞു ഇതേപോലെ ഇവിടെ ഈ ഇപ്പുറത്ത് 23, 24 അവിടെ എല്ലാം ഫ്രീ ആണ്, മോൻ അവിടെ പോയിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ സൈഡിൽ ഓർ 23 വന്നിരുന്നു. അയ്യോ അതെന്തെങ്കിലും കിട്ടി, രാത്രി കിട്ടിയതല്ലായിരുന്നല്ലേ, കുഴപ്പമില്ല. ഞാൻ രാത്രി ഭയങ്കര ഉറക്കം പ്രശ്നമായിരുന്നു. കാരണം ഇവർ ഈ കഥ ഇടയ്ക്കിടയ്ക്ക് തുറക്കുന്നതുകൊണ്ട് തണുപ്പ് മര്യാദ കിട്ടുന്നില്ല, പിന്നെ ഉറക്കവും കണക്കായിരുന്നു. കുഴപ്പമില്ല. നമ്മളിങ്ങോട്ട് വരുമ്പോഴേ ഇവിടുത്തെ ഇലക്ട്രിക് ലൈനിൻ്റെ ഒക്കെ ഹൈറ്റ് കണ്ടോ, മറ്റേ ഹൈ റൈസ് സെക്ഷനായിട്ടോ. അതായത് ഇവിടെ ഡബിൾ സ്റ്റാക്ക് കണ്ടെയ്നർ വന്ന റൂട്ടാണ് നമ്മളിൽ പോകുന്നതല്ല. അപ്പോൾ ഇവിടുത്തെ ലൈൻ കമ്പിയുടെ ഒക്കെ ഉയരം കണ്ടോ, നല്ല ഉയരമല്ല. അപ്പോൾ ഇതിലേക്കൂടെ പോകുന്ന ലോക്കോടെ പാൻഡോ വരെ പൊങ്ങും. പാൻഡോ പൊങ്ങി അത്ര ഹൈറ്റിലെത്തും കേട്ടോ. ഹൈ റൈസ് പാൻഡോ എന്ന് പറയും. നമ്മുടെ ലോക്കോയ്ക്ക് ഹൈ റൈസ് പാൻഡോ ഉണ്ട്, HRPT എന്നാണ് പറയുന്നത്. ഇത് വിരംഗം ജംഗ്ഷൻ എന്നൊരു സ്റ്റേഷനാണ്. സാധാരണ ഈ വഴി പോകുന്ന വണ്ടികൾക്കൊക്കെ ഇവിടെ സ്റ്റോപ്പ് ഉള്ളതാണ്, പക്ഷെ നമ്മുടെ വണ്ടിക്ക് ഇവിടെ ഇല്ല. ഇത് മെയിനായിട്ട് ഈ ഗുജറാത്തിൽ ഈസ്റ്റേൺ ഭാഗത്തേക്ക് പോകുന്ന ലൈനാണ്. അപ്പോൾ അവിടെ നിന്ന് വരുന്ന കുറേ ലോങ് ഡിസ്റ്റൻസ് വണ്ടികളൊക്കെ നമുക്ക് കാണാൻ പറ്റും. കണ്ട ഇത് ഒരു എക്സ്പ്രസ് ഇങ്ങനെ പേര് വായിക്കാൻ പോലും പറ്റുന്നില്ല. എൻ്റെ ഉയരം കണ്ടോ ഈ ലൈറ്റ്, ഞാൻ നേരത്തെ കാണിച്ചില്ല. നമുക്ക് നല്ല ഹൈറ്റ് കണ്ട. ഏതൊരു ട്രെയിൻ വരുവാണെങ്കിൽ കറക്റ്റ് കാണിക്കുക ഹൈറ്റ് എത്ര എന്ന്. പുറകെ കൂടെ ഏതൊക്കെ ട്രെയിനൊക്കെ ആണെന്ന് ഓടിക്കുന്നുണ്ടല്ലോ. ഇത് നിർത്തിയിട്ടേക്ക് ഇവിടെ വിരംഗം ജംഗ്ഷൻ കഴിഞ്ഞിട്ടേ ഇവിടെ ഒരു ബൈപ്പാസ് വരുന്നുണ്ട്. അപ്പോൾ അവിടെ കൊണ്ട് ചവിട്ടിയേക്കുക. ഏതെങ്കിലും വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകാണ്ടാവും. ഡീസൽ ലോക്കൊക്കെ ഉണ്ട് പോകുന്ന കേട്ടോ. ഇപ്പോൾ നമ്മുടെ വണ്ടി വിട്ടിരിക്കാൻ ഇടുന്ന് ഒരു DG40 ലോക്കാണ് പോയത്. സൂര്യൻ ഇങ്ങനെ ഉദിച്ചുദിച്ച് വരുന്നുണ്ട്. ഇവിടെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു നല്ല ഗുഡ്സിൻ്റെ ഏരിയ ആണ് കണ്ടാ. അതെ കണ്ട എൻ്റെ പാൻറ് പൊങ്ങി നിൽക്കുന്നത് കണ്ടോ, അത് ആളെ പറഞ്ഞ എന്തോ ഹൈറ്റ് അതൊക്കെ എൻ്റെ പാൻറ്റേക്ക്. അത് അത്രയും ഹൈറ്റ് വരും ഈ ഇവിടുത്തെ ഈ ഓടുന്ന ട്രെയിനുകളുടെ ലോക്കോടെ പാൻറ്റോ, മനസ്സിലായോ? ഇപ്പുറത്ത് മറ്റേ കണ്ടെയ്നറൊക്കെ ഇറക്കുന്ന സ്ഥലമാണ് കേട്ടോ. കണ്ടാ അറിയാം, അവിടെ അകത്ത് ട്രാക്കും ഉണ്ട്, ഫെൻസ്ഡ് ആണ്, കണ്ടെയ്നറൊക്കെ കിടക്കുന്നുണ്ടോ. ഇതങ്ങ് വലിയ ഏരിയ കേട്ടോ. ഇത് കണ്ടേ, ഇതോ വലിയ ഏരിയ നോക്കുക. അവിടെ തുടങ്ങിയതാ. ഞാൻ അഹമ്മദാബാദിൽ നിന്ന് ഇഡ്ഡലി വാങ്ങിച്ചായിരുന്നു. ഇഡ്ഡലി 2 ഇഡ്ഡലിയും ഒരു വടയും സാമ്പാറുണ്ട്. ഇത് സാമ്പാറൊന്ന് പറയുമോ എന്തായാലും, എന്തൊക്കെയാണോ ഉള്ളത്. ഞാൻ വാങ്ങിക്കാൻ മെയിൻ കാര്യം എന്ന് വെച്ചാൽ ഈ വണ്ടിയിൽ പാൻട്രി ഇല്ല. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ പിന്നെ ഉള്ളതെല്ലാം മെയിൻ സ്റ്റേഷനല്ല, ചെറിയ സ്റ്റേഷനാണ്. അവിടേക്ക് എന്തെങ്കിലും കിട്ടുമെന്ന് തന്നെ ഒന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് രാവിലെ മേടിച്ച് വെച്ചത്. തണുത്താലും കുഴപ്പമില്ലല്ലോ. ഈ സാധനം എന്തോ ഇത് സംഭവം, ഇതെന്ത് മുളക് പൊടി കലക്കി വെള്ളമോ, കാപ്പും എന്തോ വൃത്തിയായിട്ട സാധനം. സാമ്പാറെന്ന് ചമ്മന്തി പിന്നെയും കുഴപ്പമില്ല, സാമ്പാറാണ് അത്ര സാമ്പാർ. ഇവിടെ കോച്ചിനകത്തിരിക്കാനേ പറ്റത്തില്ല. കോച്ചിന് പുറത്ത് പോയാൽ ഭയങ്കര തണുപ്പ് കേട്ടോ. ഇവിടെ ഈ വെയിൽ കാണുന്നുണ്ടെങ്കിലും തണുപ്പ് ഭയങ്കരമാണ്. തണുത്ത കാറ്റടിക്കുന്നു ഭയങ്കരമായിട്ട്. തണുത്തിട്ട് വയ്യ. കോച്ചിനകത്ത് പ്രശ്നമില്ല, AC ഉള്ളതുകൊണ്ട്. AC എന്ന് വെച്ചാൽ ടെമ്പറേച്ചർ പുറത്തേക്കായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് പ്രശ്നമില്ല. ആ ഇഡ്ഡലി കുഴപ്പമില്ലായിരുന്നു, ചമ്മന്തിയും കുഴപ്പമില്ലായിരുന്നു, വടയും കുഴപ്പമില്ലായിരുന്നു. ആ സാമ്പാറാണ്, അയ്യോ ഇതുപോലെ ദാരിദ്ര്യം. സാധാരണ നോർത്ത് ഇന്ത്യക്കാരൊക്കെ ഉണ്ടാക്കുന്ന സാമ്പാറൊക്കെ പിന്നെയും കുഴപ്പമില്ല. മീൻസ് ഇത്രയും അതപ്പതിച്ച് പോകത്തില്ല. ഇതെന്ത് സാമ്പാറൊന്നും വിളിക്കാൻ പറ്റത്തില്ല. അതെന്തോ മസാല കലക്കിയ വെള്ളമോ അങ്ങനെ എന്തോ ഐറ്റമാണത്. എൻ്റെ മേടിച്ചല്ലോ ഇതായിപ്പോയി. ഡബിൾ സ്റ്റാക്ക്, അതായത് 2 കണ്ടെയ്നർ ഒന്നിൻ്റെ മേളിലുണ്ടാക്കി വെച്ച് പോകുന്ന ഫ്ലൈറ്റ് പോവാണെങ്കിൽ കാണിച്ചു തരാം കേട്ടോ. കാണട്ടെ, കാണിച്ചു തരാം. കണ്ട മോനെ കണ്ടോ, എന്താണെന്നറിയോ, നമോ ഭാരത് അതാ പോകുന്നത് കണ്ടാ. ഇതിലാണ് നമ്മൾ നാളെ കയറുന്നത്. വന്ദേ ഭാരത് അല്ലേ, നമോ ഭാരത് കേട്ടോ. പൊളി പൊളി പൊളി. അതെന്തായാലും സർപ്രൈസ് ആയിപ്പോയി. ഞാൻ പെട്ടെന്ന് ഇവിടെ നിന്ന് ഹോണടി കേട്ടപ്പോൾ നോക്കിയതാ. അടിപൊളി. നമ്മൾ ആദ്യമായിട്ട് വന്ദേ മെട്രോ അല്ലെങ്കിൽ നമോ ഭാരത് കണ്ട്. ഇപ്പം സ്ഥലം എവിടെയെന്ന് ചോദിച്ചാൽ ഏതോ ഒരു സ്ഥലമാണ്, ഏതെന്ന് അറിയത്തില്ല. എന്തോ ഒരു മിനിറ്റ് നോക്കട്ടെ സ്ഥലം ഏതാണ്. ത്രങ്കത്ര എന്നൊരു സ്റ്റേഷൻ എത്താറായിട്ടുണ്ട് കേട്ടോ. ഹൽവാർ എന്നാണ് ഇനി അതിൻ്റെ അടുത്ത സ്റ്റോപ്പ്. അത് മിക്കവാറും 9 എത്താൻ വേണ്ടി. ഇപ്പം 8 ആയതേ ഉള്ളൂ. നമ്മുടെ ഭുജ് AC സൂപ്പർ ഫാസ്റ്റ് വണ്ടി ഇവിടെ ഹൽവാദ് എന്നൊരു സ്റ്റേഷനിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ വണ്ടിയുടെ ഹോൾട്ടാണ് അഹമ്മദാബാദ് കഴിഞ്ഞാൽ പിന്നുള്ള അടുത്ത ഹോൾട്ടാണ് ഹൽവാദ്.
ഈ സ്റ്റേഷൻ ഒരു സാധാരണ സ്റ്റേഷനാണെന്ന് തോന്നുന്നു കേട്ടോ, കാരണം 2 പ്ലാറ്റ്ഫോം എന്തേ ഉള്ളൂ. ഇവിടെ എന്താണ് ഈ വണ്ടിക്ക് സ്റ്റോപ്പ് എന്ന് എനിക്കറിയത്തില്ല. ബാക്കിയുള്ള സ്റ്റേഷനൊന്നും, ആ വിരംഗം സ്റ്റേഷനിലൊന്നും സ്റ്റോപ്പ് പോലില്ല. ഇവിടെ എന്താണോ എന്തോ. ഇനി അടുത്ത സ്റ്റേഷൻ സമക്യാലി എന്ന സ്ഥലമാണ്. അത് കഴിഞ്ഞ പിന്നെ ഗാന്ധിധാം, പിന്നെ ഭുജ്, ഇത്ര സ്റ്റോപ്പേ ഉള്ളൂ. കണ്ട സാധാരണ ഒരു സ്റ്റേഷൻ. ഇവിടെ ഇറങ്ങാനും അത്ര വലിയ ആൾക്കാരോ അങ്ങനെയൊന്നും ഇല്ല കണ്ടോ. സാധാരണ ഒരു സ്റ്റേഷൻ. എന്തെങ്കിലും കാര്യം കാണും. ഗുജറാത്താണ്. ഈ ഭാഗമൊക്കെ ഇലക്ട്രിഫൈ ആയിട്ട് അധികം വർഷമൊന്നും ആയിട്ടില്ല. ഗേജ് കൺവേർഷനായിട്ടും അധികം വർഷമൊന്നും ആയിട്ടില്ല. കാരണം ഇവിടെ മീറ്റർ ഗേജ് ആയിരുന്നു പണ്ട്. അപ്പം നമ്മൾ NTSൽ നോക്കുമ്പോൾ ഇവിടെ പല സ്റ്റേഷൻ അവസാന ഭാഗത്ത് NTSൽ BG എന്നാണ് എഴുതിയിട്ടുണ്ട്, ബ്രോഡ് ഗേജ് എന്ന് പറഞ്ഞ്. ഗാന്ധിധാം BG, സമക്യാലി BG, പിന്നെ സബർമതി BG എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ നടന്നിട്ട് അധികം വർഷമൊന്നും ആയിട്ടില്ല, കുറച്ച് വർഷമായിട്ടുള്ളൂ. മറ്റേ നാഗർകോവിൽ ഗാന്ധിധാം ഒക്കെ പോകുന്ന റൂട്ടിൽ കൂടെ നമ്മളിപ്പോൾ പോകുന്നത് കേട്ടോ. ഈ ഭുജ് എന്ന സ്ഥലം ഇരിക്കുന്നത് ശരിക്കും കച്ചൻ എന്നൊരു റീജിയനിലാണ്, ഗുജറാത്തിലെ കച്ച് റീജിയൻ. നമ്മുടെ അവിടെ മലബാർ, തിരുവിതാംകൂർ എന്നൊക്കെ പറഞ്ഞില്ല, അതേപോലെ കച്ചൻ എന്ന റീജിയനാണ് ഈ ഗാന്ധിധാം, ഭുജൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ഈ ഭുജിന്ന് കുറച്ച് മാറിയാണ് മറ്റേ റാൻ ഓഫ് കച്ച് ഉള്ള മറ്റേ ഉപ്പിൻ്റെ ചതുപ്പ് പോലെ കുറേ സ്ഥലമുണ്ട്. അത് ഉപ്പ് മരുഭൂമി എന്ന് പറയും കണ്ടാൽ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, കേട്ടിട്ടുണ്ടോ, ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ അത് ഈ ഭുജിന് കുറച്ചേ ഉള്ളൂ. പിന്നെ ഭുജ് കേന്ദ്രീകരിച്ച് കുറേ ടൂറിസ്റ്റ് സ്ഥലങ്ങളൊക്കെ ഉണ്ട്, പഴയ ഫോർട്ടുകൾ, അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട്. ഭയങ്കര ഹിസ്റ്റോറിക്കലായ സ്ഥലമാണ് ഈ ഭുജ് എന്ന് പറയുന്നത്. ഇഷ്ടംപോലെ ആൾക്കാർ ടൂറിസ്റ്റുകളായിട്ട് വരുന്ന ഒരു സ്ഥലം കൂടാണ്. ട്രെയിൻ കണക്ടിവിറ്റി നല്ല കണക്ടിവിറ്റി ഉണ്ട്. ഈ മുംബൈയിൽ നിന്നാണ് കൂടുതലും ട്രെയിൻസ് ഭുജിലേക്ക് ഓടിക്കുന്നത്. അപ്പോൾ നമുക്ക് ഭുജ് പോകണമെങ്കിൽ നാഗർകോവിൽ ഗാന്ധിധാം വരെ ഗാന്ധിധാം പോയാൽ അവിടെ നിന്ന് കുറച്ച് നേരമേ ഉള്ളൂ, 100 താഴെ കിലോമീറ്ററേ ഉള്ളൂ. ട്രെയിൻ ഇഷ്ടം പോലെ കിട്ടും. അങ്ങനെ വേണേൽ ഭുജിലേക്ക് പോകാൻ പറ്റും, നാഗർകോവിൽ ഗാന്ധിധാം എന്ന് കയറിയാൽ. നമ്മുടെ ട്രെയിൻ നല്ല വലിയൊരു വളവ് തിരിഞ്ഞ് പോകുന്നുണ്ടോ, നല്ല അടിപൊളി വളവാണ്, നല്ല വളവാണ് കേട്ടോ. ആ വളവ് തിരിഞ്ഞ് നേരെ പോവാണ്. ഇതെല്ലാം ഗുഡ്സിൻ്റെ ഏരിയ കേട്ടോ, ഇവിടെ എല്ലാം ഗുഡ്സാണ്, ഫുൾ അതാണ്, വേറെ ഒന്നുമില്ല. മലിയ മിയാന എന്നാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര്. അവിടെയാണ് ഈ വളവുള്ളത്, ഭയങ്കര വളവാണ്. കാറ്റാടിയൊക്കെ ഉള്ള ഏരിയ കേട്ടോ, നല്ല വലിയ കാറ്റാടി. എന്തോ എഴുതിയിരിക്കുന്നേ, വായിക്കാൻ പറ്റില്ല. ഓറഞ്ചൊന്നും എഴുതിയിരിക്കുന്നുണ്ട്, ഓറഞ്ച്. ഉപ്പുപാടം കണ്ടോ, ഉപ്പുപാടം കണ്ടാ, ഉപ്പുപാടം അത് കണ്ടാ അറിയാം. വെള്ളം നിറച്ചിട്ടിട്ടുണ്ട് പലയിടത്തും. നോക്ക് നീണ്ടു കയറുന്ന കിടക്കുന്നുണ്ടോ. ഇങ്ങനെയാണ് ശരിക്കും ഈ ഒരു ഭാഗത്ത് ഫുള്ള് കാണാൻ പറ്റുന്നത്. കണ്ടാ, അടിപൊളി കണ്ട, ഉപ്പുപാടം കണ്ട, സൂപ്പർ. ഇങ്ങനെ ഫുള്ള് കണ്ടോ, മരുഭൂമി വരെ കിടക്കുക. അയ്യോ, അങ്ങ് അറ്റമൊന്നും കാണുന്നില്ല, എല്ലാം കിടക്കുക, നേരെ കിടക്കുക. കണ്ടോ, എന്തെങ്കിലും കാണുന്നുണ്ടോ അങ്ങേറ്റത്ത്? ഒന്നും കാണുന്നില്ല അല്ലേ. ഫുള്ള് നിരപ്പായ സ്ഥലങ്ങളാണ് കണ്ടോ, എങ്ങും ഒരു മലയോ കുന്നോ ഒന്നുമില്ല, ഫുള്ള് നിരപ്പാ. ഇതെന്തോ അപ്പുറത്തെ ട്രാക്കിൽ ഇങ്ങനെയൊക്കെ വെച്ചേക്കുന്നേ, എന്ത് സംഭവം ഇത്? ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ. സിംഗിൾ ലൈൻ ആണോ ഇനി? ഇതെന്താ സംഭവം ഇത്? ഒന്നും മനസ്സിലാകുന്നില്ല. അറിയാവുന്ന കമന്റ് ചെയ്യണം എന്തുവാന്നേ. നമ്മളെ ഗാന്ധിധാം ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പുള്ള സ്റ്റോപ്പാണ് സമക്യാലി ജംഗ്ഷൻ എന്നാണ് ഈ സ്റ്റേഷൻ്റെ പേര് കേട്ടോ, സമക്യാലി ജംഗ്ഷൻ. ഞാൻ നേരത്തെ പറഞ്ഞതിൽ ഒരു വണ്ടികളുണ്ട്, നാഗർകോവിൽ ഗാന്ധിധാം മാത്രമല്ല, തിരുനെൽവേലി ഗാന്ധിധാം ഹംസഫറും ഉണ്ട്. പെട്രോൾ തലയിൽ പോയില്ല, അതാണ് അതുകൊണ്ട് അതും കൂടെ പോകുന്ന വഴിയാട്ടോ ഇത്, മറക്കല്ലേ. ഇവിടെ നമ്മൾ 5 മിനിറ്റ് ബിഫോർ ടൈം എത്തിയ കേട്ടോ, 10:08 എത്തിയതാണ്, 10:13 ഇവിടെ എത്തേണ്ടത്. ദേ കണ്ടോ ഡബിൾ സ്റ്റാക്ക് ഫ്രൈറ്റ് കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ കാണാൻ പറ്റുന്നത്. കണ്ട അടിപൊളി. ഇതൊക്കെ ഒരു WDG 4G ലോക്കമാണ് എന്നെ വലിക്കുന്നത്. ഗാന്ധിധാം ഷെഡിൻ്റെ, ഗാന്ധിധാമിൻ്റെ ഡീസൽ ലോക്കോ ഷെഡുണ്ട്, അപ്പോൾ അവിടുത്തെ ഒരു 4G ലോക്കോ കേട്ടോ. കണ്ടോ, അതാണ് ഡബിൾ സ്റ്റാക്ക് ഫ്രൈറ്റ്. ഇങ്ങനത്തെ ഫ്രൈറ്റ് ഈ റൂട്ടിൽ ഓപ്പറേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഇവിടുത്തെ കറണ്ട് കമ്പികൾക്കൊക്കെ ഹൈറ്റ് അത്രയും അതിൻ്റെ ആ ഒരു ഫ്രൈറ്റിൻ്റെ ആ ഇത് കണ്ടോ, ആ കണ്ടെയ്നർ ഇരിക്കുന്നതിനേക്കാളും ഹൈറ്റ് ഉണ്ട് ആ കമ്പിക്ക്. ഇങ്ങനത്തെ ഈ ഡബിൾ സ്റ്റാക്ക് ഓടിക്കാൻ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ
ഒറ്റയടിക്ക് തന്നെ ഒരുപാട് ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റുമല്ലോ. ഇപ്പോൾ ഈ 2 എണ്ണം മുകളിൽ താഴെയും വെച്ചേക്കുന്നതുകൊണ്ട് ഒത്തിരി ഗുഡ്സ് തന്നെ ഒറ്റ ഓട്ടത്തിൽ തന്നെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റുമല്ലോ. അതാണ് ഉദ്ദേശം. ഈ റൂട്ടിൽ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ എന്തായാലും ഈ ഒരു സാധനം എപ്പോഴെങ്കിലുമൊക്കെ കാണാൻ പറ്റും. അതുള്ളതുകൊണ്ടാണ് ഈ മെയിൻ സാധനം ഓടുന്നതുകൊണ്ടാണ് ഇത്രയും ഹൈറ്റ് ഇതിൻ്റെ ഈ കറണ്ട് കമ്പിക്ക്. ഇപ്പോൾ മനസ്സിലായില്ലേ? ഇതാണ് ഡബിൾ സ്റ്റാക്ക് ഫ്രൈറ്റ്, ഡബിൾ സ്റ്റാക്ക് കണ്ടെയ്നർ ഗുഡ്സ് ട്രെയിൻ എന്ന് പറയും. പിന്നെ അത്യാവശ്യം നല്ല നീളമുണ്ട് കേട്ടോ. ഇപ്പോൾ നല്ല നീളമുണ്ട് പുറകിലോട്ട്. ഇത് വലിപ്പമാന്ന് നോക്കി, അടിപൊളി. ഇതിനെ ശരിക്കും ഒറ്റ നോക്കം മതി കേട്ടോ. ഒറ്റ നോക്കമല്ലേ ഉള്ളൂ. ഒറ്റ നോക്കമാണ് ഇത്രയും ഗുഡ്സിനെ വലിക്കുന്നത്. നാലിച്ച് വയ്ക്കല്ലേ പവർ. ഇതെല്ലാം അഹമ്മദാബാദ് റെയിൽവേ ഡിവിഷനാണ് കേട്ടോ. അഹമ്മദാബാദ് ഡിവിഷണൽ കീഴിലാണ് വരുന്നത്. ഇനി അടുത്ത ഗാന്ധിധാം ജംഗ്ഷനാണ്. ഗാന്ധിധാം ഒരു മെയിൻ സ്റ്റേഷനാണ് കേട്ടോ. ഇഷ്ടംപോലെ വണ്ടി ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ഡീസൽ ലോക്കോ ഷെഡ് ഉണ്ട് അവിടെ. അങ്ങനെ കുറേ സംഭവമുണ്ട്. അവിടെയാണ് നമ്മുടെ വണ്ടിക്ക് ലോക്കോ റിവേഴ്സൽ ഉള്ളത്. ഡബിൾ സ്റ്റാക്ക് ഫ്ലൈറ്റ് ആണ് കിടക്കുന്നേ. അതിവിടെ മെയിൻലൈനിൽ കിടക്കുക. നമ്മളതിനെ കയറി ഓട്ടി അടിക്കേണ്ട. ഓഹ്, ഇതോ വലിപ്പം നോക്കിയിട്ട് ദൈവമേ, ഭയങ്കര വലിപ്പം വേണ്ട. അത് പ്രത്യേക ചന്തം ഈ സാധനം കാണാൻ വേണ്ടി. നമുക്ക് പല കളറിലെ ദൂരേന്ന് ഇങ്ങനെ വരുന്ന കാണാൻ നല്ല ഫോട്ടോ എടുക്കണം. നല്ല കിട് ഫോട്ടോ ആയിരിക്കും. നമ്മളെ ഗാന്ധിധാം ഏകദേശം എത്താറായിട്ടുണ്ട്. വണ്ടി പക്ക ഓൺ ടൈം, ബിഫോർ ടൈം കണ്ട കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ കൂടുതലും ഇൻഡസ്ട്രിയൽ ഏരിയ എന്ന് തോന്നുന്നു കേട്ടോ. ഫുള്ള് ഇൻഡസ്ട്രീസാണ് കാണുന്നത്. ഉണ്ട് കുറേ ടാങ്കറുകൾ പോകുന്നു, എല്ലാം ലോറികളാണ് പോകുന്നത് കേട്ടോ. ഫുള്ളതാ. നമുക്ക് 10ാം ക്ലാസ്സിൽ സോഷ്യൽ സയൻസിൽ പഠിക്കാനുണ്ടായിരുന്ന ഓർമ്മയുണ്ട്. കണ്ട്ല പോർട്ട് എന്ന് പറഞ്ഞുണ്ട്. അതായത് മാപ്പ് വന്നിട്ട് അതിൽ കണ്ട്ല പോർട്ട് എവിടെയാണെന്ന് അടയാളപ്പെടുത്താൻ വേണ്ടി ഒരു ചോദ്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കണ്ട്ല പോർട്ട് സ്ഥിതി ചെയ്യുന്നത് ഗാന്ധിധാമിലാണ്. ഗാന്ധിധാമിൻ്റെ സ്റ്റേഷനെ കുറച്ച് മാറിയിട്ടാണ്. മാപ്പിൽ നോക്കുമ്പോൾ കാണാൻ പറ്റും. അപ്പോൾ ഈ കണ്ട്ല പോർട്ട് എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് പല സാധനങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്നൊരു പോർട്ടാണ്. ഈ ഗ്രെയിൻസ്, ഓയില്, അങ്ങനെ കുറേ സംഭവങ്ങൾക്ക് ഇവിടുന്ന് കയറ്റി അയക്കുന്ന ഒരു പോർട്ടാണ് ഈ കണ്ട്ല പോർട്ട് എന്ന് പറയുന്നത്. കുറേ സാധനങ്ങൾ ഇങ്ങോട്ട് ഇമ്പോർട്ടായി വരുന്നതുകൊണ്ട് ഈ പെട്രോളിയം ഐറ്റംസ്, കെമിക്കൽസ്, അങ്ങനെ നമ്മുടെ രാജ്യത്തിന് നല്ല ഇൻകം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു പോർട്ടാണ് ഈ കണ്ട്ല പോർട്ട് എന്ന് പറയുന്നത്. ഗാന്ധിധാമിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പം അങ്ങോട്ടേക്ക് പോകുന്ന ഈ ഗുഡ്സ് ട്രെയിൻ ആണ് നിങ്ങൾ ഈ കാണുന്ന എല്ലാം. ഈ അങ്ങോട്ടേക്ക് പോകുന്നതും തിരിച്ച് വരുന്ന സാധനങ്ങളും കൊണ്ട് വരുന്നതും അങ്ങോട്ട് പോകുന്നതും ആണ് ഈ ഫുള്ള്. ഇവിടെ ഫുള്ള് ഗുഡ്സ് ട്രെയിൻ മാത്രമേ ഉള്ളൂ, വേറൊരു ഒന്നുമില്ല. പാസഞ്ചർ ട്രെയിൻ ഞാൻ ഇത്രയായിട്ടും കണ്ടിട്ടില്ല. ഫുള്ള് ഗുഡ്സാണ്. എന്താല്ലേ, അപ്പോൾ ആ ഗുഡ്സിൻ്റെ മെയിൻ ഒരു സ്ഥലമാണ് ഈ ഒരു ഗാന്ധിധാം എന്ന് പറയുന്നത്. ഈ ഗാന്ധിധാം എവിടെ സ്ഥിതി ചെയ്യുന്നറിയോ? ഗുജറാത്തിൻ്റെ മാപ്പ് എടുത്ത് നോക്കിയാൽ ഗുജറാത്തിൻ്റെ നടുക്കൂടെ ഒരു വാ പോലെ ഉണ്ടല്ലോ. ആ വായിൻ്റെ ഏറ്റവും അകത്തെ അറ്റത്താണ് ഗാന്ധിധാം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയാണ് ഈ പോർട്ടും സ്ഥിതി ചെയ്യുന്നത്, കണ്ട്ല പോർട്ടും. ഇവിടെ കൂടുതൽ ഞാൻ ശ്രദ്ധിച്ചത് ഇതേപോലെ കണ്ടെയ്നർ ഫ്ലൈറ്റുകളാട്ടോ. കാരണം ഷിപ്പിൽ നിന്ന് വരുന്ന എല്ലാം ഇങ്ങനത്തെ സാധനങ്ങളല്ലേ, കണ്ടെയ്നറാണ് കൂടുതലും. മറ്റേ BCN അങ്ങനത്തെ സാധനങ്ങളൊക്കെ വളരെ കുറവാണ്. ആ കാണുന്ന ലൈനാണ് ഭുജിലേക്ക് പോകുന്ന ലൈന്. അപ്പം നമ്മളിനി സ്റ്റേഷനിൽ പോയിട്ട് റിവേഴ്സ് അടിച്ച് ആ ലൈനിൽ കൂടെ കയറി ഭുജ് ഭാഗത്തേക്ക് പോകണ്ടാവും. അങ്ങനെ നമ്മൾ ഗാന്ധിധാം ജംഗ്ഷനിലെത്തി. 7 മിനിറ്റ് ലേറ്റ് ആയിട്ട്. ഇവിടെ നിന്ന് വിടുമ്പോൾ മിക്കവാറും 12 മണിയാകും. കാരണം എപ്പോഴും ഇവിടെ നിന്ന് ലേറ്റ് ആയിട്ട് വിടുന്നത്. എൻ്റെ സ്റ്റാറ്റസ് ഒന്ന് നോക്കിയപ്പോഴേ 12 ആകുമ്പോൾ മിക്കവാറും വിടാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ ലോക്കോ ഇപ്പോൾ ഏറ്റവും അവിടെ കിടക്കുമല്ലേ, ലോക്കോ ഇനി റിവേഴ്സ് അടിച്ച് ഇനി ഇവിടെ വരും. ഇവിടെ വന്ന് പിടിപ്പിച്ചിട്ടാണ് നമ്മൾ നേരത്തെ കാണിച്ചില്ല അതിനെ കൂടെ കയറി ഭുജ് പോകുന്നത്. ഇവിടെ എത്തിയപ്പോഴേക്കും വണ്ടിയിൽ ഓൾമോസ്റ്റ് ഒരു 13-മുക്കാൽ ആൾക്കാർ ഇവിടെ ഇറങ്ങിയേ. ഇനി ബാക്കി ആൾക്കാർ ഭുജിലേക്കാണ്. ആ കിടക്കുന്ന വണ്ടി ഏതാണെന്നറിയോ? അതാണ് KSR ബംഗളൂരു ഗാന്ധിധാം എക്സ്പ്രസ്. അത് ഇന്ന് വൈകിട്ടെങ്ങാണ്ട് തിരിച്ച് ബാംഗ്ലൂരിലേക്ക് പോകും. ഗാന്ധിധാമിന് ഡയറക്റ്റ് വണ്ടിയല്ല ബാംഗ്ലൂരിലേക്ക്. ഇവിടെ ഒരു ചേട്ടനുണ്ട്. അപ്പോൾ പുള്ളിയുടെ കയ്യിൽ നിന്ന് എല്ലാവരും ഭക്ഷണം വാങ്ങിച്ചോണ്ടിരിക്കുക. കാരണം വണ്ടിക്കകത്ത് ഭക്ഷണമൊന്നുമില്ലല്ലോ. വടാപ്പാവ് ഉണ്ട്, സമൂസയുണ്ട്, ചായ ഉണ്ട്, എല്ലാം ഉണ്ട്. എല്ലാവരും ഭക്ഷണം വാങ്ങിച്ചോണ്ടിരിക്കും. പിന്നെ ഒരു ചായ വാങ്ങാൻ വെച്ചു. ആ കച്ചവടം ചെയ്യുന്ന ആ ചേട്ടൻ നല്ല അടിപൊളിയായിട്ട് ഇംഗ്ലീഷും ഉണ്ടെന്ന് കേട്ടോ.
കണ്ടപ്പോൾ ഭയങ്കര ആശ്ചര്യമായി പോയി. നല്ല കിടലായിട്ട് ഇംഗ്ലീഷ് കിട്ടുന്നു പുള്ളി ഇംഗ്ലീഷ് എല്ലാവരും മിണ്ടുന്നത്. എന്തായാലും ഭയങ്കര സംഭവമാണ് കേട്ടോ. ഇവിടെ എല്ലാവരും ഇങ്ങനെ കഴിക്കാൻ വേണ്ടി ഓരോ സാധനങ്ങളൊക്കെ മേടിച്ച് ഞാനൊരു പൊട്ടാറ്റോ ചിപ്സ് മേടിച്ച് രാവിലെ ഇഡ്ഡലി കഴിച്ച് വെറുത്ത് വരാം കേട്ടോ. ഞങ്ങൾ നമ്മുടെ ലോക്കോ റിവേഴ്സ് അടിച്ച് വരികയാണ്. പെട്ടെന്ന് തന്നെയാണ് കേട്ടോ, താമസമൊന്നുമില്ല കേട്ടോ. എനിക്ക് ആ പാൻറ്റോടെ ഹൈറ്റ് നോക്കി, അയ്യോ. നമ്മുടെ ലോക്ക് കണ്ട് റിവേഴ്സൽ കഴിഞ്ഞിട്ട് കണ്ട് പിടിപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടാ. എന്നെ ഒരു വലിപ്പം അല്ലേ, അയ്യോ. നമ്മുടെ അവിടെ ഒന്നും ഈ സാധനം കാണത്തില്ല, ഇത്രയും വലിപ്പമുള്ള പാൻറ് കേട്ടോ. അപ്പൊ അവരെ ലോക്കോ കൊണ്ട് കപ്പിളൊക്കെ ചെയ്തോണ്ടിരിക്കുക ഇവിടെ. ഇപ്പൊ നമ്മുടെ ലോക്കോടെ പാൻറ് ഒക്കെ പൊക്കി ലോക്കോ ഒക്കെ ഓണാക്കി സെറ്റാക്കി ഇവിടുന്ന് സിഗ്നൽ കിട്ടിയാൽ നേരെ ഇനി ഭുജിലേക്ക് പോകും നമ്മുടെ വണ്ടി. ഇവിടുന്ന് 58 കിലോമീറ്റർ ആട്ടോ ഭുജിലേക്കുള്ളത്. അതായത് ഏകദേശം ഒരു 1 മണിക്കൂർ എടുക്കുമായിരിക്കും. 12:45 എത്തേണ്ടതാണ്, അറിയില്ല എത്തുമെന്ന് നോക്കാം. നമ്മുടെ ഭുജ് AC സൂപ്പർ ഫാസ്റ്റ് കൃത്യം 12 മണിക്ക് തന്നെ ഇവിടെ നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ് ഗാന്ധിധാം ജംഗ്ഷനിൽ നിന്നും. അപ്പുറത്ത് കിടക്കുന്നത് ഞാൻ കാണിച്ചാൽ ഗാന്ധിധാം KSR ബംഗളൂരു എക്സ്പ്രസ് ആണ് കിടക്കുന്നത്. ഈ വണ്ടി ഡീസൽ വെച്ചാൽ ഓടുന്നത് കേട്ടോ. ഇത് N2 ഡീസലാണ് ഈ വണ്ടി, ബാംഗ്ലൂർ വരെ. ഗാന്ധിധാം കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല കേട്ടോ. ഫുൾ ഇങ്ങനത്തെ സ്ഥലങ്ങളാണ്, കാണാൻ മാത്രമൊന്നുമില്ല. നല്ല സ്പീഡുള്ള സെക്ഷനാണ്. അപ്പോൾ ഇവിടെ സിംഗിൾ ലൈനാണ് കേട്ടോ, ചിലയിടത്ത് ഡബിൾ ലൈനാണ്. വരുന്ന വഴി കുറച്ച് ഭാഗം ഡബിൾ ലൈനായിരുന്നു, ഇപ്പോൾ സിംഗിൾ ലൈനായി. നമ്മളങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷനായ ഭുജ് എത്താറായിട്ടുണ്ട്. ഭുജ് എത്തി കേട്ടോ. ഭുജ് സ്റ്റേഷൻ നമ്മൾ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇതാണ് ഭുജ് സ്റ്റേഷൻ്റെ ഔട്ടർ. റോഡ് പണിയും കാര്യങ്ങളൊക്കെ നടക്കുവാണ്. ഫുള്ള് ഇങ്ങനെ ഡ്രൈ ആയിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഭുജ് എന്ന് പറയുന്നുണ്ടോ. ഫുള്ള് നോക്ക്, കിടക്കുന്ന കിടപ്പ് നോക്ക്. ഇവിടെ ഇലക്ട്രിഫൈഡ് ആയിട്ട് ഇലക്ട്രിക് ട്രെയിൻസ് ഓടാൻ തുടങ്ങിയിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല കേട്ടോ. ഞാൻ കഴിഞ്ഞാണ് INP ട്രിപ്പ് വന്നപ്പോൾ ഇവിടെ ഡീസലായിരുന്നു, ഇപ്പോൾ ഇലക്ട്രിക് ആയി. ഇവിടെ ഇലക്ട്രിഫിക്കേഷനൊക്കെ വന്നിട്ട് വളരെ കുറച്ച് ആളായിട്ടേ ഉള്ളൂ. ഏതോ വണ്ടിയുടെ റേക്ക് ഷണ്ട് ചെയ്യുന്നുണ്ട്. ഇതാണെന്ന് തോന്നുന്നു കച്ച് സൂപ്പർ ഫാസ്റ്റ്. അത് തന്നെ ആ വണ്ടിയുടെ റേക്ക് ഷണ്ട് ചെയ്തോണ്ടിരിക്കുക ഒരു ആൾക്ക് വെച്ചിട്ടുണ്ടോ. ഭുജിലേക്ക് വരുന്ന ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ് ഈ കച്ച് സൂപ്പർ ഫാസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. ആ വണ്ടിയുടെ റേക്കാണിത്. അപ്പോൾ നമ്മുടെ ബാക്കിലാണ് നമ്മൾ ഇന്നലെ പുറപ്പെടാൻ നേരത്തെ കണ്ട ഒരു സ്പെഷ്യൽ ഇല്ല, ആ സ്പെഷ്യൽ നമ്മുടെ ബാക്കിലാണ് കേട്ടോ. ഇവിടെ ചവറ് പോലെ ഈ സാധനം കേട്ടോ, ഈ WDG 4G എന്ന് പറഞ്ഞ ഐറ്റം. എവിടെ നോക്കിയാലും മിനിമം ഒരെണ്ണം കാണും ഒരു സ്റ്റേഷനില്ലേ. അമ്മാതിരി പോപ്പുലേഷൻ ആയിരുന്നു ഇവിടെ. ഈ ഭുജിന്ന് തുടങ്ങുന്ന കുറച്ച് വണ്ടികളുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഈ മെയിൻ്റനൻസ് നടക്കുന്ന കോച്ച് കെയർ സെൻ്റർ ആണ് ആ കാണുന്നത് കണ്ടോ. ഭുജിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന കുറച്ച് വണ്ടികളൊക്കെ ഉണ്ട്. ഭുജിന്ന് ബറേലി, പിന്നെ മുംബൈയിലേക്കാണ് കൂടുതൽ വണ്ടികളുടെ എന്നുള്ളത്. ഭുജ്, അങ്ങനെ ഷാലിമാർക്ക് ഇവിടെ നിന്ന് വണ്ടിയാണ്. അങ്ങനെ പല ഭാഗത്തേക്ക് ഇവിടെ നിന്ന് വണ്ടിയുണ്ട്. ഇവിടെ ഒരു വണ്ടി കിടക്കുന്നുണ്ടോ, ലുധിയാനയുടെ WP7 ആയിട്ട് ആലാ ഹസ്രത്ത് എക്സ്പ്രസ്. ഇതാണ് ഞാൻ പറഞ്ഞത്, ബറേലിക്ക് പോകുന്ന വണ്ടിയുണ്ടോ, ആലാ ഹസ്രത്ത് എക്സ്പ്രസ്. ഇന്ത്യയിലെ എല്ലാ സ്റ്റേഷനിലും കാണുന്ന പോലെ ഇവിടെയും സ്റ്റേഷൻ റീഡെവലപ്മെന്റ് വർക്ക് നടക്കണം കണ്ടോ. ഇതെന്തോ വലിയ സംഭവം ഇവിടെ പണിതുകൊണ്ടിരിക്കുക കണ്ടോ, ഭയങ്കര വർക്കാണ് ഇവിടെ. ഇതാണ് ഭുജ് സ്റ്റേഷൻ കണ്ടോ, വളരെ ചെറിയൊരു സ്റ്റേഷനാണ്. മീൻസ് പ്ലാറ്റ്ഫോം ഒക്കെ ചെറുതാണ്, സാധാരണ സ്റ്റേഷനെക്കാട്ട് അത്ര വലിപ്പമൊന്നുമില്ല. 2-3 പ്ലാറ്റ്ഫോം എന്തുകൊണ്ടെന്ന് തോന്നുന്നു ഇവിടെ കേട്ടോ. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ 1-ലാണ് കൊണ്ട് നിർത്തിയിരിക്കുന്നത്. നമ്മൾ വന്ന ഈ വണ്ടി തിരിച്ചു പോകുന്ന 4-5-നാണ്. 4-5 പോയിട്ട് ഇനി അടുത്ത ദിവസം വെളുപ്പിന് 5 മണിക്ക് എങ്ങാണ്ട് ഇത് ബാന്ദ്ര എത്തും. ട്രെയിൻ ശരിക്കും ഇവിടം വരെ ഉള്ളത്, പക്ഷേ ഇവിടെ നിന്ന് അങ്ങോട്ടും കുറേ ട്രാക്കുണ്ട്. ഗൂഗിൾ മാപ്പിൽ നോക്കുമ്പോൾ കുറേ അങ്ങോട്ട് ദൂരം ട്രാക്ക് കിടക്കുന്നതാണ്, പക്ഷേ ട്രെയിൻ ഇവിടം വരെ ഉള്ളൂ കേട്ടോ. അങ്ങോട്ട് കുറേ ദൂരം ട്രാക്ക് പോകുന്നുണ്ട്, എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പം ടാറ്റ. ഇനി ഈ വണ്ടി വൈകിട്ട് 4 മണിക്ക് പോകും. അപ്പം നമുക്കിനി സ്റ്റേഷന് പുറത്തേക്ക് ഇറങ്ങാം. ഈ സ്റ്റേഷൻ കണ്ടല്ലേ, കറക്റ്റ് ജയ്സാൽമീർ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോം പോലെ ഉണ്ട് കേട്ടോ. അതേപോലെ അല്ലേ എക്സിറ്റും അതുപോലെ തന്നെ സെയിം.
നമുക്ക് നമ്മളെ റൂം എടുത്തിരിക്കുന്ന തൊട്ടടുത്താണ്, നടക്കാൻ ദൂരമേ ഉള്ളൂ, 200 മീറ്റർ എന്തോ ഉള്ളൂ കേട്ടോ. എന്നിട്ട് കുറേ ഫൈറ്റർ ജെറ്റ് പോകുന്നുണ്ടോ, മറ്റേ സുക്കോയുടെ ആണെന്ന് തോന്നുന്നു, കാണാമെന്ന് അറിയത്തില്ല. ഇവിടെ എന്തോ എയർ സ്പേസ് എന്തോ ഉണ്ടെന്ന് തോന്നുന്നു മിലിറ്ററിയുടെ, കാരണം ബോർഡറൊക്കെ അടുത്തല്ലേ. ഇവിടെ വമ്പൻ കൺസ്ട്രക്ഷൻ ആണോ, നല്ല അടിപൊളിയാക്കി നല്ല സൂപ്പറായിട്ട് ഇവർ ഈ റെയിൽവേ സ്റ്റേഷൻ പണിയുന്നതിക്ക് കണ്ടോ. ആ ബിൽഡിംഗ് ഒക്കെ കണ്ടോ. ഞാൻ ഇവിടെ ഹോട്ടലിലേക്ക് പോകുന്ന കഴിക്കുക, ഇവിടെ കണ്ടോ റോഡിൽ മൊത്തം എന്തോ തോട് ഒഴുകുന്നു. ഇതെന്തോ ഇത്, വെള്ളപ്പൊക്കോ? ഇതെങ്ങനെ അങ്ങോട്ട് പോവും? അയ്യോ, ഇവിടെ സൈഡിൽ കൂടെ ഒരു വഴി ഉണ്ടെന്നതുകൊണ്ട് പ്രശ്നമില്ല. എന്തോ നാറ്റം, എന്തോ തോട് പൊട്ടി ഒഴുകുവാന്ന് തോന്നുന്നു, ഭയങ്കര സ്മെല്ലാ. നമ്മളിവിടാണ് താമസിക്കുന്ന ബുദ്ധിയിലായിട്ട്, ഹോട്ടൽ ദ ദേവരാജ് പാലസ്. നല്ല അടിപൊളി ഹോട്ടലാന്ന് തോന്നുന്നു, പുതിയതാ. അപ്പോൾ നമുക്ക് ചെക്ക് ഇൻ ചെയ്തിട്ട് റൂമിലേക്ക് പോകാം ആദ്യം. അപ്പോൾ ഇതാണ് നമ്മുടെ ബുജ്ജിലെ റൂം കേട്ടോ, അത്യാവശ്യം കുഴപ്പമില്ല, നല്ല റൂമാണ്. ഇവിടെ ഭയങ്കര റിമോട്ടാട്ടോ, ഇവിടെ പുറത്ത് കാണാൻ പറ്റും, ആരുമില്ല. നോക്കി ഒറ്റ മനുഷ്യരിവിടെ നിന്നു. അത് സിറ്റി ആ ടൗൺ ഏരിയ കുറച്ച് മാറിയാണ്, റെയിൽവേ സ്റ്റേഷൻ കുറച്ച് പുറത്തായിട്ടാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായം പറയാം. ബാന്ദ്ര ഭുജ് AC സൂപ്പർഫാസ്റ്റിൻ്റെ ഇനി അടുത്ത നമ്മൾ ഈ യാത്രയിലെ പ്രധാന ഉദ്ദേശമായ നമ്മുടെ നമോ ഭാരത് ട്രെയിനിലാണ് കയറാൻ പോകുന്നത്. നാളെ രാവിലെ 5 മണിക്കാണ്. ഞാൻ രാവിലെ 3:00 ഇങ്ങനെ എണീറ്റാലേ 5 മണിക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരു 5 മണിക്ക് പുറപ്പെട്ടിട്ട് അത് ഏകദേശം ഒരു 10-10:30 ആകുമ്പോൾ അഹമ്മദാബാദ് എത്തും രാവിലെ. അതാ പ്രശ്നം, കുറച്ച് താമസിച്ച് വിട്ടൂടെ ഇവർക്ക്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എപ്പോഴും പറയാം. നമോ ഭാരത് ട്രെയിനിൻ്റെ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അപ്പോഴേക്കും ബൈ.